നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് പറയൂ? പറയാലോ സുബി, അവരോടൊന്നും പറയല്ലേ. നിന്റെ പേരെന്താ? എന്റെ പേര് സുബി, സുബലക്ഷ്മി. എന്താ നീ എന്താ പറഞ്ഞേ? സുബി ഒന്നും പറയല്ലേ പ്ലീസ്, അവര് ചീത്തയാ. ഏയ്, നിന്നോടാ ഞാൻ ചോദിച്ചത്, പറ. സുബലക്ഷ്മി എന്ന് പറഞ്ഞെന്ന് കരുതിയോ? എന്റെ പേര് സിഹി. SIHI, യെസ് ക്യാപിറ്റൽ. അമ്മ സിഹി, 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 എന്താ നീ കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്നത്? നിനക്കിത് കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? സീത, സിഹിയെ വഴക്ക് പറയല്ലേ? പറയാതെ പിന്നെ എന്താ വേണ്ടത് റാം? ഇതൊക്കെ കഴിച്ച അവളുടെ ആരോഗ്യത്തിനാ കേട്. അമ്മ ഇവൾക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാ ഇതൊക്കെ കൊടുത്തത്? അത് സീത, നീ ആദ്യം അവളെ കൊണ്ട് അകത്തേക്ക് പോയി. അല്ല റാം, അവര് അകത്തേക്ക് പോ, ഞാൻ സംസാരിക്കാം. വാ സിഹി. മേമ, നിങ്ങളിപ്പോ എന്തിനാ വെറുതെ സിക്ക് സ്വീറ്റ് കൊടുക്കാൻ പോയത്? നീ എന്നോട് ക്ഷമിക്കപ്പോ. ആ കുഞ്ഞ് സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടോന്ന് എന്നോട് വന്ന് ചോദിച്ചപ്പോ അനി ചോദിക്കുമ്പോ ഞാൻ എടുത്തു കൊടുക്കാറില്ലേ, അതുപോലെ ഞാൻ കൊടുത്തതാടാ. പക്ഷെ അപ്പോ നമ്മുടെ സിഹി ഒരിക്കലും സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ലല്ലോടാ. ഉറപ്പായിട്ടും ഈ കുട്ടി നമ്മുടെ സിഹി അല്ലടാ. ആരോ സിഹിയെ പോലുള്ളൊരു കുട്ടിയെ നിന്നെ ഏൽപ്പിച്ചതിനെ വഞ്ചിച്ചതാ പോ. അത് മേമ, അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ സീ തന്നെയാ. ഇത്രയും ദിവസം വേറെ വീട്ടിലായിരുന്നില്ലേ, അവിടുന്ന് സ്വീറ്റ്സ് കഴിച്ച ശീലമായി കാണും. അത് വെറും ക്രേവിങ്സ് മാത്രമോ? മേമ, ഒരു കാര്യം കൂടെ, അവള് നാളത്തോടെ സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ സീതയോട് പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം, കുറച്ചും കൂടെ കിട്ടണമായിരുന്നു. കാവേരി, ദി ഗ്രാൻഡ്പാ. എന്താ പറ്റിയത്? വാട്ട് ഈസ് ദിസ് ഗ്രാൻഡ്പാ? എന്താ ഇവിടെ കിടക്കുന്നത്? ഗെറ്റ് അപ്പ് ഗ്രാൻഡ്പാ, ഗെറ്റ് അപ്പ്. കാവേരി പിടിക്ക്. സുബി എവിടാ? എടാ, നമ്മുടെ സുബി എവിടെ? വിളിച്ചോണ്ട് വാടാ. അവളെ നമ്മള് വിടാൻ പാടില്ലായിരുന്നടാ. എനിക്കൊരു തെറ്റ് പറ്റിയതാടാ. അവളെ തിരിച്ച് വിളിച്ചോണ്ട് വാടാ. അവളെ കൊണ്ടുപോടാ. അവള് വരും, നിങ്ങളിപ്പോ എഴുന്നേക്ക്. സൂക്ഷിച്ച്. ഇതുവരെ ഉറങ്ങിയില്ലേ? നിങ്ങൾ എത്തിയല്ലോ, ഇനി ഉറങ്ങിക്കോളും. പക്ഷേ ഇന്നെന്തോ ഉറക്കം വരുന്നില്ല. അതെന്താ? നിങ്ങളുടെ മകൾക്ക് ഞാൻ ഇന്നിവിടെ കാവലിരിക്കണ്ടേ? എന്തിന്? ഇന്നലത്തെ പോലെ പോയി നിലത്ത് കിടന്നാലോ? അതാ ഞാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവളെ ഇങ്ങനെ ഉറക്കിക്കോളാം. അപ്പോ എന്നെ? നിങ്ങളെ
നോക്കിക്കോളാം. ഇങ്ങനെയാ? എനിക്ക് താങ്ക് യു. ആ നോക്കി. സുബി, നീ കാരണം ഇപ്പൊ സീതമ്മയും അച്ഛനും ഹാപ്പിയാണ്. താങ്ക്സ്. പക്ഷേ നീ ആ ബഡ്ഡി ബംഗാരി അമ്മാന്റെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗുഡ് നൈറ്റ് സീത. ഗുഡ് നൈറ്റ് റാം. I got this feeling you are my darling. റാം, എന്താ ഇത്? ഹാപ്പി വാലന്റൈൻസ് ഡേ സീത. ഞാൻ ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. താങ്ക് യു റാം. വിഷ് യു ദ സെയിം. യു ആർ വെൽക്കം സീത. രാവിലെ തന്നെ ഇത് എവിടുന്ന് കിട്ടി? നിങ്ങൾ ഓർഡർ ചെയ്തതാണോ? ഹലോ, രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ കടയിൽ പോയി നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഐ ലവ് യു റാം. ഐ ലവ് യു ടു സീത. സുബി, കണ്ണടച്ചോ. ഇതൊന്നും കൊച്ചുകുട്ടികൾ കാണാൻ പാടില്ല. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉമ്മ കൊടുക്കണോ? അയ്യോ, സീമോളെ, അത് ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? നിന്റെ അച്ഛൻ എനിക്കൊരു ബൊക്കെ കൊണ്ടുവന്നാ, നോക്കി. അങ്ങനെ പറഞ്ഞ ഇടി കള്ളി, അങ്ങനെ പറഞ്ഞ എന്താന്ന് അറിയില്ലേ നിനക്ക്? ഇത് കണ്ടില്ലേ റാം? ആ ഞാൻ കണ്ടു. സുബി, അതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട. അതൊക്കെ നീ ഇപ്പൊ എന്തിനാ അറിയുന്നേ? ശരി വിട്. ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങക്ക് എന്താ വേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞാലും നീ തരുമോ? 100% ഒരു ഡൗട്ടും വേണ്ട. ആണോ? എനിക്ക് എന്റെ ആ പഴയ സീതയെ വേണം. സിഹിയെ വേണം. നമ്മൾ കടന്നുപോയ ആ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എല്ലാം, ഓഫീസിലെ നല്ല നിമിഷങ്ങൾ. ആ വീട്ടില് അച്ഛനും അമ്മയും, നിങ്ങൾ എന്റെ ഫ്രണ്ട് ആയത്, സിക്ക് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആയത്, ഇതൊക്കെയല്ലേ കറക്റ്റ്? യാ. തദാസ്തു. താങ്ക്സ്. ഇന്നലെ അല്പം കുടിച്ചുപോയി. അല്പമോ? അല്പമാണോ ഗ്രാൻഡ്പ കുടിച്ചത്? മൂക്ക് മുട്ടി കുടിച്ചിട്ട് റോഡിൽ കിടക്കായിരുന്നു. എന്തിനാ മുത്തശ്ശ നിങ്ങൾ ഇങ്ങനെ കുടിച്ചേ? പിന്നെ ഇപ്പൊ സുബി കൂടെ ഇല്ലല്ലോ, ഞാൻ എന്താ വേണ്ടത്? സുബിക്ക് ശ്രീരാം ദേശായിയുടെ കൂടെ പോകാൻ ഇഷ്ടമായിരുന്നില്ല. എന്നോട് അവള് പലവട്ടം പറഞ്ഞതാ, ഞാൻ പോവില്ല മുത്തശ്ശ, എന്നെ പറഞ്ഞയക്കരുതെന്ന്. എന്നിട്ട് ഞാനാ പറഞ്ഞു വിട്ടത്. പക്ഷെ സുബി ഇല്ലാതെ നമുക്ക് ആർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. സുബി ഇങ്ങോട്ട് തിരിച്ചു വരണം. നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഒന്ന് ചുമ്മാ ഇരി മുത്തശ്ശ. എന്തിനാ നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നേ?
സുബിക്ക് അങ്ങോട്ട് പോകുമ്പോ നമ്മളെ വിട്ടു പോകുന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പോയ ശേഷം അവൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നെ. അത് നിങ്ങൾക്കും അറിയില്ലേ? എന്നിട്ട് എന്തിനാ അവളെ കൊണ്ടുവരാൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ നോക്ക് ഗ്രാൻഡ്പാ, സുബി അവിടെ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്. ഇനി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള വിചാരം വേണ്ട. അവര് പറഞ്ഞയക്കുന്ന സമയത്ത് സുബി തിരിച്ചു വരട്ടെ. അത്രയും കാലം സുബി അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. അതെ മുത്തശ്ശ, നിങ്ങൾ സുബിയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കല്ലേ. നിങ്ങളോട് ഈ പറയുന്ന മുത്തശ്ശ, എന്തെങ്കിലും മനസ്സിലായോ? ഇനി മുതൽ നിങ്ങൾ ഇന്നലത്തെ പോലെ ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല. സുബിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നേരം തിങ്ക് ചെയ്യാനും പാടില്ല. ഗ്രാൻഡ്പാ, പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? കവേരി, ലേറ്റ് ആവുന്നു, പോണ്ടേ? എടാ, നിനക്ക് സ്കൂളിലേക്ക് പോണ്ടേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സുബി ഇല്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല. അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഭാർഗു, എന്താ നിന്റെ അടുത്ത പ്ലാൻ? എന്ത് പ്ലാൻ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്താ ഭാർഗു, എന്തു പറ്റി? തലയിൽ ഒരുപാട് സംശയങ്ങൾ നിൽക്കുമ്പോ പിന്നെ എന്ത് പ്ലാൻ ചെയ്യാനാ? ഓ, വീട് ഭാർഗു, ഈ സംശയം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. വിശ്വ, സുബ്ബലക്ഷ്മി, ഈ പേര് നീ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഭാർഗു. എവിടെ? അതെ, MS സുബ്ബലക്ഷ്മി മാഡം. നിന്നോടാണല്ലോ ഞാൻ ചോദിച്ചേ. എന്താ ഭാർഗു, എന്തു പറ്റി? നീ ഇപ്പൊ കണ്ടോ സുബി? അയ്യോ, ഞാനിപ്പോ എന്തിനാ തിരിഞ്ഞു നോക്കിയേ? ഇവർക്കിതിപ്പോ മനസ്സിലാവോ? സുബി എന്ന് കേട്ടപ്പോ ഇവളെന്തിനാ തിരിഞ്ഞു നോക്കിയേ? അവിടെയാണ് ഇതിന്റെ കാര്യം. അമ്മേ, ആരെയാ വിളിച്ചത്? വേറെ ആരാ, നമ്മുടെ സുബിയെ. ഇവള് വികൃതി സുബിയാ. അല്ലല്ല, നമ്മുടെ സുബി വികൃതി അല്ലേ അല്ല. സീത, ഇന്നലെ രാത്രി സംഭവിച്ചതിനൊക്കെ സോറി മോളെ. അവള് സ്വീറ്റ്സും ഐസ്ക്രീമും ഒക്കെ വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുത്തത്. വിഷമൊന്നും തോന്നരുത്. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ അമ്മേ. പക്ഷെ ഇനി മുതല് ഇവൾക്ക് സ്വീറ്റ്സ് ഒന്നും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ചെറിച്ച. ഗുഡ് മോർണിംഗ് റാം. മോർണിംഗ് മേമ. ഗുഡ് മോർണിംഗ് അപ്പു. ഹൗ യു ഫീലിംഗ് നൗ? ഐ എം ബെറ്റർ അപ്പു. സീത, ഞാൻ റെഡി. പോയാലോ? എങ്ങോട്ടാ? പുറത്തേക്ക് പോവാ? വാലന്റൈൻസ് ഡേ അല്ലേ മേമ, ഞങ്ങൾ അതുകൊണ്ടൊന്ന് പുറത്തേക്ക് പോവാ. ഓ ഓ, പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. യാ, താങ്ക്സ്. നമുക്ക് പോവാം. ശരി അമ്മേ, പോയിട്ട് വരാം. ബൈ. ബൈ മേമ. ബൈ. എന്താ ഭാർഗു ഇത്? റാം നിനക്ക് വേണ്ടി ബൗൺസർ എറിഞ്ഞല്ലോ. ഈ അടുത്ത് അവൻ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നിന്നോടൊന്ന് ചോദിക്കുന്നു പോലും ഇല്ലല്ലോ, പാവം. സീത, ഞാൻ കാറിന്റെ കീ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. അല്ല, എന്തിനാ ഇപ്പൊ കാറിന്റെ കീ? നീ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞല്ലേ? പോണ്ടേ നമുക്ക്? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പഴയ സീത വേണമെന്നല്ലേ? പഴയ സീത എങ്ങനെയാ യാത്ര ചെയ്തിരുന്നേ? പബ്ലിക് ട്രാൻസ്പോർട്ടില്, ബസ്സിലും ഓട്ടോയിലും ഒക്കെ അല്ലേ? ഓരോ രൂപയും നോക്കി ചെലവാക്കുമായിരുന്നു.
അപ്പൊ ഞാൻ ഗ്രേറ്റ് ശ്രീറാം ദേശായിയുടെ വൈഫായിരുന്നോ? അല്ലല്ലോ. മോളെ നീയെങ്കിലും പറ കാറിലൊന്ന് പോണ്ടെന്ന്. കാർ വേണ്ട. ഓൾറെഡി ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരി പോകാൻ വാ. നിൽക്ക് നിൽക്ക്, ഞാനും വരുന്നുണ്ട്. എന്നെ കൂട്ടാതെ പോവാണല്ലേ? സീത, നീ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞേ? സർപ്രൈസ്. ആയിക്കോട്ടെ, എന്നാലും എങ്ങോട്ടാന്ന് പറ. നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? പഴയ സീതയെ വേണോന്നല്ലേ? പഴയ സീത താമസിച്ചത് എവിടെയായിരുന്നു? പഴയ വീട്ടില്. നമ്മളിപ്പോ എല്ലാരും അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ അങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് സീത? ക്രേസി. പഴയ വീടെന്ന് പറഞ്ഞ ആ മുത്തശ്ശിയും മുത്തശ്ശനും വന്നില്ലേ, അവരുടെ വീടായിരിക്കും അല്ലേ? സീതമ്മ, ഞാൻ അപ്പുറം ഇരുന്നോട്ടെ? മോളെ, കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിക്കരുത്, ഡേഞ്ചറാ. ഇല്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. പ്ലീസ് മോളെ, വാശി പിടിക്കല്ലേ. ഇറ്റ്സ് ഓക്കെ സീത, കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഇരുന്നു, പക്ഷേ കൈയും തലയൊന്നും പുറത്തിടല്ലേ. ബാ. ഇത്രയും നേരം ചിരിച്ചോണ്ട് നിന്നാണല്ലോ, പെട്ടെന്ന് എന്തു പറ്റി ഡള്ളായത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല സീത. ശാന്ത, അതാരാ വന്നേന്ന് നോക്കിയേ. എന്നാ നോക്കി നിൽക്കുന്നേ? പോയി മുത്തശ്ശനെ മുത്തശ്ശിയും കെട്ടിപ്പിടിക്കേ. പോവാൻ മുത്തശ്ശി മുത്തശ്ശ. സിഹിമോളെ, മുത്തശ്ശ. മോളെ, എങ്ങനെയുണ്ടെന്ന് ചോദിക്ക്. സുഖാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. സീത, റാം, വരൂ വരൂ വരൂ. അമ്മേ, സോറി, ഒരു വാക്ക് പോലും പറയാതെ വന്നതിന്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ പറഞ്ഞിട്ട് വേണം വരാൻ. എന്നാലും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയേനെ. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ പറയാഞ്ഞ്. ഇന്നത്തെ ഫുഡ് മുഴുവൻ ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. അതെ, നിങ്ങൾ ഇവിടെ തന്നെ സംസാരിച്ച് നിൽക്കാണോ അതകത്തേക്ക് വരുന്നുണ്ടോ? ഭാർഗു, എന്നുവെച്ചാ നമ്മുടെ വീട്ടില് സിഹിയുടെ പേരില് കളിക്കാൻ വേണ്ടി ഇറങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറുടെ പേര് സുബ്ബലക്ഷ്മി എന്നാണോ? അവള് സിഹി അല്ലേ? ഇനി സംശയമുണ്ട് നിനക്ക്? സിഹിയായിരുന്നെങ്കില് സുബ്ബിന്ന് വിളിച്ചപ്പോ അവൾ എന്തിനെ തിരിഞ്ഞു നോക്കി? കറക്റ്റ് ആണല്ലോ ഭാർഗു. സുബ്ബി എന്ന് വിളിച്ചപ്പോ ആ എന്ന് പറഞ്ഞിട്ട് അവള് തിരിഞ്ഞു. പിന്നെ അവളുടെ മുഖം വല്ലാത്തതുപോലെ ആയിരുന്നു. എന്നാ അതങ്ങ് ഉറപ്പിച്ചോ, അവള് സിഹിയല്ല, വന്നത് വേറെ ആരോ ആണ്. റാം, റാം. ആ അശോക, വാടാ, വാ വാ വാ. റാം ഇല്ലേ ഇവിടെ? റാം അവന്റെ
ഭാര്യയുടെയും മകളുടെയും കൂടെ പുറത്തേക്ക് പോയതാ. എന്തേ? ഒന്നുമില്ല. സുബ്ബലക്ഷ്മി ആരാ? നിന്നോടാ ഞാൻ ചോദിച്ചത്, സുബ്ബലക്ഷ്മി ആരാ? സുബി ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവോ? ഓ ഗോഡ്. അശോക്, സുബ്ബലക്ഷ്മി ആരാണെന്ന്. സുബലക്ഷ്മിയോ? എന്നോട് ചോദിക്കുന്നത് എന്താ? അതാരാന്ന് എനിക്കറിയില്ല. ആണോ? സത്യേട്ടം സുബ്ബലക്ഷ്മി ആരാന്നറിയില്ല? നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. റിയലി? നിനക്കെല്ലാ കാര്യങ്ങളും അറിയാം അശോക്. അതുപോലെ ഞാനും എല്ലാ കാര്യങ്ങളും അറിയാനുള്ള സമയമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇവരോട് സുബി എന്തെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടായിരിക്കും സുബ്ബലക്ഷ്മി ആരാന്ന് ചോദിച്ചത്. സുബി അവളുടെ പേരല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും ഞാൻ ഇനി മുതൽ റാമിൻ്റെയും സുബിയുടെയും കാര്യത്തിൽ കുറച്ചുകൂടി കെയർഫുൾ ആകണം. റാം എന്താ അയച്ചിട്ടുണ്ടല്ലോ.